ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് കോർഫക്കാനിൽ പോയാലോ? അപ്പോൾ ഞങ്ങൾ നാഷണൽ ഡേൻ്റെ അവധിക്ക് കോർഫക്കാനിൽ പോയതാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബുഹാരി റെസ്റ്റോറൻറ്റിൽ റാസൽ ഹൈമയിലാണിത്. അവിടെ നിന്നൊരു പ്ലേറ്ററൊക്കെ വാങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുനാഫയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കോർഫക്കാനിൽ വിട്ടു. ഞങ്ങൾ ഡിബ്ബ അൽഫുജൈറയിലായിരുന്നു തലേ ദിവസം ഞായറാഴ്ച രാത്രി ടെൻറ്റ് കിട്ടിയിരുന്നത്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ എന്നാൽ കോർഫക്കാന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കോർഫക്കാന് പോവാട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ടെൻറ്റ് ഞങ്ങൾ ബീച്ച് സൈഡിലാണ് ഇവിടെ ടെൻറ്റ് കിട്ടിയത്. അവിടെ അധികം നമ്മുടെ നാട്ടായിരുന്നല്ലോ, അവിടെ അധികം എമിറാത്തീസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ടോയ്ലറ്റിൻ്റെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ ടോയ്ലറ്റ് നമ്മൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ അത്യാവശ്യം റഷ് ആയിരിക്കും. പിന്നെയെന്ന് പറയുന്നത് ഈ അടിപൊളി വ്യൂ ആട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് നമ്മളെ ടെൻറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. എല്ലാവരുടെ ടെൻറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈബായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് സൺറൈസ് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പം നല്ല തണുപ്പാട്ടോ രാവിലെ. നമ്മളങ്ങനെ രാവിലെ പുറത്തിറങ്ങാത്തതുകൊണ്ട് നമുക്കറിയില്ല, പക്ഷേ ഈ ബീച്ച് സൈഡിൽ നമ്മൾ നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 6:48 ആയിരുന്നു കേട്ടോ സൺറൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൺറൈസൊക്കെ കണ്ട് ആ കാമായിട്ടുള്ള അതിൽ ഞങ്ങൾ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലെ നല്ല ബീച്ചൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിരുന്നു. അടിപൊളി സംഭവം. ഞങ്ങളങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. രാവിലെ ഒരു 10:30 മണിയായപ്പോൾ തിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തിരിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കോർഫക്കാനിൽ ദുബായിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങളുടെ വ്ളോഗിൻ്റെ അവസാനം. താങ്ക് യു.